പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ രണ്ടാമത്തെ ഇതാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. അത് നമ്മൾ ആദ്യം പറഞ്ഞു ലാറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസ് പറഞ്ഞു. അടുത്തത് രണ്ടാമത്തെയാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. സോ സ്പീഷീസും ഏരിയയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്ത് പാറ്റേൺ ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ ചേഞ്ചുകളാണ് ഡൈവേഴ്സിറ്റിയിൽ ബയോഡൈവേഴ്സിറ്റിയിൽ കാണുന്നത് നോക്കാം. സോ അലക്സാണ്ടർ വോൺ ഹാംബോൾട്ട് എന്ന് പറഞ്ഞ ആൾ, സോ അദ്ദേഹം ഒരു സൗത്ത് അമേരിക്കൻ ജംഗിളിൽ അദ്ദേഹം ഒരു ജർമ്മൻ നാച്ചുറലിസ്റ്റാണ്, ജിയോഗ്രാഫറാണ്. സോ ഒരു ജർമ്മൻ നാച്ചുറലിസ്റ്റായ അല്ലെങ്കിൽ ജിയോഗ്രാഫറായ ഈ അലക്സാണ്ടർ വോൺ ഹാംബോൾട്ട് അദ്ദേഹത്തിൻ്റെ പഠനം, അദ്ദേഹം ഈ പറഞ്ഞ ഓരോ ഏരിയ എക്സ്പ്ലോർ ചെയ്യണം. സൗത്ത് അമേരിക്കൻ ജംഗിൾ അവിടെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തപ്പോൾ, അവിടുത്തെ വൈൽഡായിട്ടുള്ള ആ നേച്ചറിൽ എക്സ്പ്ലോർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പറ്റി. സോ അദ്ദേഹം ഒബ്സർവ് ചെയ്തതാണ് അലക്സാണ്ടർ വോൺ ഹാംബോൾട്ട് ഈ സൗത്ത് അമേരിക്കൻ ജംഗിളിൽ വൈൽഡർനെസ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റാണ്, ജിയോഗ്രാഫറാണ്. അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തപ്പോൾ കണ്ടെത്തിയതാണ് റീജിയൻ ഓഫ് സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസ്ഡ് വിത്ത് ഇൻക്രീസിങ് എക്സ്പ്ലോർഡ് ഏരിയ. സോ സ്പീഷീസ് റിച്ച്നെസ് ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ളത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എത്രത്തോളം എക്സ്പ്ലോർഡ് ഏരിയ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. സോ എക്സ്പ്ലോർഡ് ഏരിയ എത്രത്തോളം ഇൻക്രീസ്ഡ് ആണോ, എത്രത്തോളം എക്സ്പ്ലോർഡ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നു, അത്രത്തോളം സ്പീഷീസ് റിച്ച്നെസ് ആ റീജിയനിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്, ഒരു പരിധി വരെ എത്രത്തോളം റീജിയൻ എക്സ്പ്ലോർഡായി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇൻക്രീസ്ഡ് എക്സ്പ്ലോർഡ് ഏരിയ ഒരു പരിധി വരെ ഉണ്ടോ അത്രത്തോളം അവിടെയുള്ള ആ റീജിയനിലുള്ള സ്പീഷീസ് റിച്ച്നെസ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തൊരു ഫാക്ട്. സോ റീജിയൻ ഓഫ് സ്പീഷീസ് റിച്ച്നെസ് ആ ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ളത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിനനുസരിച്ച്? വിത്ത് ഇൻക്രീസിങ് എക്സ്പ്ലോർഡ് ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ്സും ആ റീജിയനിൽ കൂടുന്നു. ബട്ട് അത് എത്രത്തോളം ഉള്ളൂ? ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്, ഒരു ലിമിറ്റ് വരെ അതങ്ങനെയാണ്. സ്പീഷീസ് റിച്ച്നെസ് ആ റീജിയനിൽ അവിടുത്തെ എക്സ്പ്ലോർഡ് ഏരിയ കൂടുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കുന്നു ഒരു പരിധി വരെ, അപ് ടു എ ലിമിറ്റ് വരെ. ഇൻഫാക്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഷീസ് റിച്ച്നെസ്സും ഏരിയയും ആ ഏരിയയും അവിടെയുള്ള സ്പീഷീസ് റിച്ച്നെസ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർ വൈഡ് വെറൈറ്റി ഓഫ് ടാക്സ, ഒരുപാട് ടാക്സയുടെ സ്പീഷീസ് റിച്ച്നെസ്സും ഏരിയയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബന്ധം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഡിഫറെൻറ്റ് ടാക്സ എന്ന് പറയുന്നത് ആൻജിയോസ്പേം ആയിട്ടുള്ള പ്ലാന്റ്സുകൾ, ബേർഡ്സ്, ബാറ്റ്, അതുപോലെ ഫ്രഷ് വാട്ടർ ഫിഷസ്. സോ ആൻജിയോസ്പേം പ്ലാന്റ്സ്, ബേർഡ്സ്, ബാറ്റ്സ്, അതുപോലെ ഫ്രഷ് വാട്ടർ ഫിഷും, ഇങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ടാക്സയുടെ സ്പീഷീസ് റിച്ച്നെസ്സും ഏരിയയും തമ്മിലുള്ള ബന്ധം, ആ റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. സോ നമ്മൾ ഗ്രാഫിക്കലി അതിനെ ഫിഗർ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഷേപ്പാണ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. സോ സ്പീഷീസ് റിച്ച്നെസ്സും അതിൻ്റെ ഏരിയയും തമ്മിലുള്ള ബന്ധം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ, നമുക്ക് ഡിഫറെൻറ്റ് ടാക്സയുടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. അത് തന്നെ ഒരു ലോഗരിതമിക് സ്കെയിലിൽ ഈ സ്പീഷീസ് റിച്ച്നെസ് എന്ന ഏരിയനെയും നമ്മളൊരു ലോഗരിതമിക് സ്കെയിലിൽ നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ആ സ്ട്രെയിറ്റ് ലൈനെ നമ്മളൊരു ഇക്വേഷൻ വഴി എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ആ ഇക്വേഷൻ. ലോഗ് എസ് ഇസ് ഈക്വൽ ടു log c plus z log a. സോ സ്പീഷീസ് റിച്ച്നെസ്സിനെയും ഏരിയനെയും നമ്മൾ ഒരു ലോഗരിതമിക് സ്കെയിലിൽ നമ്മൾ നോക്കുമ്പോൾ അത് ഫിഗർ ഔട്ട് ചെയ്യുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമ്മൾക്ക് ഗ്രാഫിൽ കാണാൻ പറ്റുക. അതിനെ നമ്മൾ ഇക്വേഷൻ വൈസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതാണ് ആ ഇക്വേഷൻ. log s ഇസ് ഈക്വൽ ടു log c പ്ലസ് z log a. അതിൽ എസ് എന്നുള്ളത് സ്പീഷീസ് റിച്ച്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. എസ് എന്ന് പറഞ്ഞത് സ്പീഷീസ് റിച്ച്നെസ്. സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറഞ്ഞത് എന്താണ്? ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ. എന്താണ്?
എ എന്ന് പറയുന്നത് ഏരിയ ആണ്. എത്രത്തോളം ഏരിയയിൽ അത്രത്തോളം സ്പീഷീസ് റിച്ച്നെസ് കാണിക്കുന്നു. സെഡ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ. സെഡ് എന്ന് പറയുന്നത് ആ ഗ്രാഫിൽ കാണിക്കുന്ന ലൈൻ്റെ സ്ലോപ്പിനെയാണ് സെഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നു. ആ സ്ലോപ്പ് ഓഫ് ദ ലൈനെ വിളിക്കുന്ന പേരാണ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഇൻ്റർസെപ്റ്റ് ആണ്. സോ ഇങ്ങനെയാണ് സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഏരിയനെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ട് അതൊരു ഇക്വേഷൻ ഫോമിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് log S = log C പ്ലസ് Z log A. അതിൽ എസ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ് ആണ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ആണ്, സെഡ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ അഥവാ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ്, സി എന്ന് പറഞ്ഞത് വൈ ഇൻ്റർസെപ്റ്റ് ആണ്. സോ സ്പീഷീസ് റിച്ച്നെസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഇക്വേഷൻ ഇതാണ്. സോ ഇതാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫിഗർ. സോ സ്പീഷീസ് റിച്ച്നെസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സ്പീഷീസ് റിച്ച്നെസ്, ഇതാണ് ഏരിയ. സോ സ്പീഷീസ് റിച്ച്നെസ് ഏരിയ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഗ്രാഫിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹൈപ്പർബോള ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെക്റ്റാങ്കുലർ ഹൈപ്പർബോള S = CA⁻Z. അതേസമയം നമ്മളതിനെ ലോഗരിതമിക് സ്കെയിലാണ് റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ലീനിയർ ഫോമിലാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. സോ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഏത് വെറൈറ്റി ഓഫ് ടാക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഒരു ഹൈപ്പർബോളയാണ് കിട്ടുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അതൊരു ലോഗരിതമിക് സ്കെയിലിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ലീനിയർ ആണ്. ആ ഫോർമുല നമ്മൾ പറഞ്ഞതാണ് log S = log C പ്ലസ് Z log A. സോ ഈ ഇക്കോളജിസ്റ്റ് ഡിസ്കവർ ചെയ്തേക്കണെന്ന് വെച്ചാൽ ഈ വാല്യൂ ഓഫ് സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സെഡ് എന്താ പറഞ്ഞാൽ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. സോ വാല്യൂ ഓഫ് സെഡ് എന്ന് പറയുന്നത് അതൊരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചാണ് 0.1 to 0.2. സോ ഇക്കോളജിസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് വാല്യൂ ഓഫ് സെഡ് എന്ന് പറയുന്നത് 0.1 to 0.2 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. എങ്ങനെയാണെങ്കിലും റിഗാർഡ്ലെസ് ഓഫ് ഏത് ടാക്സോണമിക് ഗ്രൂപ്പ് ആണെങ്കിലും വാല്യൂ ഓഫ് സെഡ് എന്ന് പറയുന്നത് 0.1 to 0.2 ആണ്. വെദർ ബ്രിട്ടനിലെ പ്ലാന്റ്സ് ആണെങ്കിലും പ്ലാന്റ്സ് ഇൻ ബ്രിട്ടൻ ആണെങ്കിലും കാലിഫോർണിയയിലെ ബേർഡ്സിനെ എടുക്കുകയാണെങ്കിലും അതുപോലെ നമ്മുടെ ന്യൂയോർക്കിലെ മൊളസ്ക് എടുക്കുകയാണെങ്കിലും അവിടെയൊക്കെ സ്ലോപ്പ് ഓഫ് ദ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതകരമായ രീതിയിൽ സിമിലർ ആയിട്ടാണ് കാണുന്നത്. സോ ഇക്കോളജിസ്റ്റ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട് സെഡ് എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂസ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് അഥവാ നമ്മുടെ സ്ലോപ്പ് ഓഫ് ദ ലൈൻ അത് എപ്പോഴും ഈ റേഞ്ചിലാണ്. വാല്യൂ ഓഫ് സെഡ് എന്ന് പറയുന്നത് 0.1 to 0.2 വെദർ ഏത് ടാക്സോണമിക് ഗ്രൂപ്പ്. സോ ബ്രിട്ടൻ പ്ലാന്റ്സ് ഇൻ ബ്രിട്ടൻ ആണെങ്കിലും ബേർഡ്സ് ഇൻ കാലിഫോർണിയ ആണെങ്കിലും മൊളസ്ക് ഇൻ ന്യൂയോർക്ക് ആണെങ്കിലും ഏത് തന്നെയാണെങ്കിലും അവിടെ സ്ലോപ്പ് ഓഫ് റിഗ്രഷൻ വരുന്നത് എന്താണ് ഒരേപോലെയാണെന്നാണ് കണ്ടുപിടിച്ചത്. എന്നാൽ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പീഷീസ് റിച്ച്നെസ് എക്സ്പ്ലോർ ചെയ്യണ ഏരിയ അനുസരിച്ച് ഇൻക്രീസ്ഡ് എക്സ്പ്ലോർഡ് ഏരിയ അനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ് കൂടിക്കൊണ്ടിരിക്കും ആ പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ പറഞ്ഞു. ബട്ട് ഓൺലി വിത്ത് എ ലിമിറ്റ് അപ് ടു എ ലിമിറ്റ് വരെ ഒരു പരിധി വരെ അങ്ങനെയാണ്. എക്സ്പ്ലോർ ചെയ്യുന്ന ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ്സും കൂടും. അതാണ് നമ്മുടെ അലക്സാണ്ടർ വോൺ ഹോംബോൾട്ട് ഡിസ്കവർ ചെയ്ത് ഒരു പരിധി വരെ. എന്നാൽ ആ പ്രകാരമുള്ള ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. അവിടെ ഇക്കോളജിസ്റ്റ് കണ്ടുപിടിച്ച സെഡ് അതായത് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എങ്ങനെയാണ് എപ്പോഴും സിമിലറാണ്. അത് ബ്രിട്ടനിലെ പ്ലാന്റ്സ് ആണെങ്കിലും കാലിഫോർണിയയിലെ ബേർഡ്സ് ആണെങ്കിലും ന്യൂയോർക്കിലെ മൊളസ്കെ അതിനെയൊക്കെ എടുത്താലും ഒരേപോലെ സ്ലോപ്പ് ഓഫ് ദ റിഗ്രഷൻ ഒരേപോലെയാണ് കിട്ടുന്നത്. എന്നാൽ നമ്മൾ ഈ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി വലിയ ലാർജ് ഏരിയാസിലേക്കാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഒരു ലാർജ് ഏരിയാസ് ലൈക്ക് എൻറ്റയർ കോണ്ടിനെൻറ്റ് ഈ മൊത്തം കോണ്ടിനെൻറ്റിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയല്ല കിട്ടുക. കുറച്ചുകൂടി സ്റ്റീപ്പറായിട്ടുള്ള
സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആണ് കിട്ടുക. അതായത് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് കുറച്ചുകൂടി സ്റ്റീപ്പർ ആയിട്ടാണ് കിട്ടുക. ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ പോലെ കുറച്ചുകൂടി സ്റ്റീപ്പർ. സോ ലാർജ് ഏരിയ അല്ലെങ്കിൽ എൻറ്റയർ കോണ്ടിനെൻറ്റിനെയാണ് നമ്മൾ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്ലോപ്പ് ഓഫ് ദ ലൈൻ അഥവാ സെഡ് അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് കുറച്ചും കൂടി സ്റ്റീപ്പർ ആയിട്ടുള്ളതായിട്ട് കിട്ടുക. ആ ലാർജ് ഏരിയ അല്ലെങ്കിൽ എൻറ്റയർ കോണ്ടിനെൻറ്റിലുള്ള സ്ലോപ്പ് ഓഫ് ദ ലൈൻ സ്റ്റീപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.6 to 1.2. സോ നമ്മൾ ഒരു ലിമിറ്റ് വരെ അമേസിംഗ്ലി സിമിലർ ആയിട്ടുള്ള സ്ലോപ്പ് ഓഫ് റിഗ്രഷൻ ആണ്. എന്നാൽ ആ ലിമിറ്റ് മാറിക്കഴിഞ്ഞാൽ, എക്സ്പ്ലോർഡ് ഏരിയ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ, എൻറ്റയർ കോണ്ടിനെൻറ്റ് പോലുള്ള ലാർജ് ഏരിയയിലാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് നമ്മൾ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സ്ലോപ്പ് ഓഫ് ദ ലൈൻ സ്റ്റീപ്പർ ആയിരിക്കും. അവിടെ സെഡ് വാല്യൂ 0.6 തൊട്ട് 1.2 വരെ കൂടുന്നു. 0.6 തൊട്ട് 1.2 വരെ ആവുന്നു. മച്ച് സ്റ്റീപ്പർ സെഡ് വാല്യൂവിൻ്റെ റേഞ്ചും മാറുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രൂഗിവോറസ് ബേർഡ്സ്, അതായത് ഫ്രൂട്ട് ഈറ്റിംഗ് ആയിട്ടുള്ള ബേർഡ്സ്, അതുപോലെ മാമൽസ്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റിലുള്ള ട്രോപ്പിക്കൽ ഫോറസ്റ്റിലുള്ള ഫ്രൂഗിവോറസ് ബേർഡ്സും മാമൽസിനെയും അവരെയാണ് ആ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഈ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റിൽ നമ്മൾ ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന സ്ലോപ്പ് ഓഫ് ദ ലൈൻ അഥവാ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് അഥവാ സെഡ് എന്ന് പറയുന്നത് 1.15. ഇതിനേക്കാളും കൂടി 1.15, അതായത് ഒന്നും കൂടി മച്ച് സ്റ്റീപ്പർ ആണെന്ന് അർത്ഥം. സോ കൂടുതൽ സ്റ്റീപ്പർ ആണ് അല്ലെങ്കിൽ കൂടുതൽ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ സെഡ് അത് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഏരിയ കൂടുതലാണ്. നമ്മൾ ആ ലിമിറ്റ് എന്ന് പറഞ്ഞ ഏരിയയെക്കാളും കൂടുതലായിട്ടുള്ള ഏരിയയിലുള്ള സ്പീഷീസ് റിച്ച്നെസ്സിനെയാണ് കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് ഓഫ് ദ ലൈൻ അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ സെഡ് വാല്യൂവിൻ്റെ റേഞ്ച് കൂടുന്നു. 1.15 ആണ്. സോ മോർ വാല്യൂ ആണ്, മോർ സ്ലോപ്പ് സ്റ്റീപ്പർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥപ്പെടുന്ന 1.15 കൂടുതൽ ഏരിയ, ആ മാക്സിമം ഏറ്റവും കൂടുതലുള്ള ഏരിയ ആണ്, അത്രയും കൂടുതൽ ഏരിയ ആണ് അവിടുത്തെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പാണ് ചെക്ക് ചെയ്യുന്ന അർത്ഥം. സോ സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ഏരിയയുടെ ഒരു ഫങ്ഷനാണ്. സോ സ്പീഷീസ് റിച്ച്നെസ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഏരിയ ഓഫ് എ റീജിയൻ. ഒരു റീജിയനിലെ അവിടുത്തെ ഒരു ഫങ്ഷൻ ഓഫ് ഏരിയയിലത്തെ ആണ് നമ്മൾ പറയുന്നത് സ്പീഷീസ് റിച്ച്നെസ്. സോ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത് ലീനിയർ ആണ് നമ്മൾ പറഞ്ഞു. അവിടെ നമ്മളൊരു ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ y = ax + b. സോ അവിടെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അത് റെപ്രസെൻ്റ് ചെയ്യണത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൺ വേരിയബിൾ, ഒരു വേരിയബിൾ എന്ന് പറയുന്നത് ഒരു y വേരിയബിൾ, ദാറ്റ് ഈസ് ആസ് എ ഫങ്ഷൻ ഓഫ് ചേഞ്ചസ് അതർ വേരിയബിൾ. മറ്റേ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൺ വേരിയബിൾ എത്രത്തോളം മാറുന്നു, അതാണ് റിഗ്രഷൻ ലൈൻ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഇത് തന്നെയാണ് നമ്മുടെ സ്ലോപ്പ് ഓഫ് ദ റിഗ്രഷൻ ലൈൻ. നമ്മൾ അതാണ് പറഞ്ഞ y = ax + b. സോ റിഗ്രഷൻ എന്ന് പറയുന്നത് ലീനിയർ ആണെങ്കിൽ y = ax + b. സോ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദാറ്റ് റെപ്രസെൻറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൺ വേരിയബിൾ. ഈ വേരിയബിളിൻ്റെ റേറ്റ് ചേഞ്ച് ചെയ്യുന്നു ആസ് എ ഫങ്ഷൻ ഓഫ് ചേഞ്ച് ഇൻ അതർ. മറ്റേ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് നടക്കുന്നു വേരിയബിളിന്. ഈ ചേഞ്ചാണ് നമ്മൾ പറയുന്ന സ്ലോപ്പ് ഓഫ് റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. സോ ഏരിയ കൂടുന്നതിനനുസരിച്ച്, ഒരു എക്സ്പ്ലോർഡ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്പീഷീസ് റിലേഷൻഷിപ്പ്, സ്പീഷീസ് റിച്ച്നെസ് കൂടും എന്ന് പറഞ്ഞു ഒരു ലിമിറ്റ് വരെ. എന്നാൽ ആ ലിമിറ്റിന് ശേഷം ഉള്ള ഏരിയയിലാണെങ്കിൽ സ്പീഷീസ് റിച്ച്നെസ് കൂടുകയല്ല ചെയ്യുന്നത്. സോ മോർ സ്റ്റീപ്പർ, കൂടുതൽ സ്ലോപ്പ് ഓഫ് ദ റിഗ്രഷൻ കാണിക്കുമ്പോൾ അവിടെ എന്താണ് കാണിക്കുന്നത്? 1.15 ഡിഫറെൻറ്റ് കോണ്ടിനെൻ്റ്, അവിടെ സ്പീഷീസ് റിച്ച്നെസ് കൂടുന്നു എന്നല്ല. സോ ഒരു ലിമിറ്റ് വരെ എക്സ്പ്ലോർഡ് ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ് കൂടുന്നു, അതിനുശേഷം അങ്ങനെയല്ല. സോ ലാർജ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ മോർ സ്റ്റീപ്പർ ആയിട്ടുള്ള സെഡ് അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. 0.6
ടു 1.2. അത് തന്നെ ഡിഫറെൻറ്റ് കോണ്ടിനെൻ്റിലുള്ള ട്രോപ്പിക്കൽ ഫോറസ്റ്റിലുള്ള ഫ്രൂഗിവോറസ് ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സും മാമൽസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്ലോപ്പ് ഓഫ് ദ ലൈൻ അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ 1.15 സ്പീഷീസ് റിച്ച്നെസ് കുറയുന്നു എന്നാണ് പറയുന്നത്. സോ വാല്യൂ ഓഫ് സെഡ് അതല്ലാത്ത ഒരു ലിമിറ്റ് വരെ ആ വാല്യൂ ഓഫ് സെഡ് റേഞ്ച് സിമിലർ ആണ്, 0.1 to 0.2 വരെയാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ പാറ്റേൺ ഓഫ് ഡൈവേഴ്സിറ്റിയിൽ നമ്മുടെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്.